നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഭഗത് സിംഗ് എന്ന് പഠിച്ചിട്ടുണ്ടാകും. ഭഗത് സിംഗിനെ കുറിച്ച് നമ്മൾ എന്താണ് ഷഹീദ് ഭഗത് സിംഗ് എന്നാണ് പറയുക. ധീരദേശാഭിമാനി കോപ്പിയൊക്കെ എഴുതി പഠിക്കും നമ്മൾ. അത് തെറ്റിപ്പോയാൽ ഇമ്പോസിനൊക്കെ എഴുതും. പുള്ളിക്കാരൻ എന്താ പരിപാടി? പുള്ളിക്കാരൻ പിന്നെ ഒരു കോടതിയിൽ ബോംബ് വെച്ച ആളാണ്. മനസ്സിലായില്ലേ? ഒരു മജിസ്ട്രേറ്റിൻ്റെ കൊല്ലാൻ വേണ്ടിയിട്ട് കോടതിയിൽ ബോംബ് വെച്ച ആളാണ്. അതിൻ്റെ പേരിലാണ് അങ്ങേരെ തൂക്കിക്കൊന്നത്. അപ്പോൾ അയാൾ എന്തും പറഞ്ഞിട്ടാണ് തൂക്കിക്കൊന്നത്? അയാൾ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞിട്ടാണ് അയാളെ തൂക്കിക്കൊന്നത്. പക്ഷെ 1947 August 15 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കഴിഞ്ഞപ്പോൾ കലണ്ടറിലൊരു ചെറിയ മാറ്റം ഉണ്ടായപ്പോൾ അയാൾ എന്തായി? അയാൾ ധീരദേശാഭിമാനിയായി. അപ്പോൾ 1947 August 15 മുമ്പ് അയാൾ എന്തായിരുന്നു? അയാൾ ഭീകരവാദിയായിരുന്നു, തീവ്രവാദിയായിരുന്നു, കുഴപ്പക്കാരനായിരുന്നു, ഒക്കെ ആയിരുന്നു. പക്ഷെ 47 August 15 കഴിഞ്ഞപ്പോൾ അയാൾ ഷഹീദ് ആയി, ദേശാഭിമാനിയായി, അങ്ങനെ പലതുമായി. അപ്പോൾ ഒരു കലണ്ടർ മാറ്റത്തോടു കൂടി ഒരാൾക്കെതിരെയുള്ള ആക്ഷേപത്തിൽ മാറ്റം വരികയാണ്. അത്രയേ ഉള്ളൂ അത്. അപ്പോൾ നമ്മൾ ഒരാളെ തീവ്രവാദി എന്ന്, വർഗീയവാദി അല്ലെ വേറെന്തേലും വാദി എന്നൊക്കെ വിളിക്കുന്നത് അത് നമ്മളുടേതായ എന്തൊക്കെയോ ചില ഫ്രെയിം വർക്കുകളുടെയോ നമ്മൾ നിൽക്കുന്ന കാലഘട്ടത്തിൻ്റെയോ സമയത്തിൻ്റെയോ കലണ്ടറിൻ്റെ. മീഡിയ വൺ ചാനലിൻ്റെ ഔട്ട് ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന കുപ്രസിദ്ധി നേടിയ ഒരു പരിപാടിയുണ്ട്. ഞാൻ ഈ കുപ്രസിദ്ധി എന്ന് പറയാൻ കാരണം അതിൻ്റെ എല്ലാ പരിപാടികളും ദേശവിരുദ്ധമാണ്, ആഗോള തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കലാണ്. അതുകൊണ്ടാണ് ദാവൂദിന്റെ ഈ വിഷയാവതരണം സങ്കടത്തിൽ മുങ്ങിക്കുളിച്ചുകൊണ്ടാണ്. അദ്ദേഹം വളരെയേറെ വേദനിക്കുന്നു. കാരണം ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദം തകരുന്നു. അതാണ് അതിന്റെ കാരണം. നമുക്കറിയാം, ഇസ്രയേലിനെ ആക്രമിക്കാൻ ശ്രമിച്ചു ഹമാസ് തീവ്രവാദ പ്രസ്ഥാനം, കനത്ത തിരിച്ചടി കിട്ടി. ഹമാസിനെ സഹായിക്കാൻ ശ്രമിച്ചു ഹിസ്ബുള്ളയും ഹൂതികളുമൊക്കെ, അവരുടെ നിലയും വളരെ പരിതാപകരമായി. ഇറാൻ ഇതിനെ സഹായിക്കാൻ ശ്രമിച്ചു, ഇറാന്റെ സ്ഥിതിയും വളരെ മോശമായി. മാത്രവുമല്ല, ഇപ്പോൾ ട്രംപ് അധികാരത്തിൽ വരികയും ചെയ്തു. അതും ദാവൂദിനെ വല്ലാതെ വിഷമിപ്പിച്ചിട്ടുണ്ടാകും. പിന്നെ ബംഗ്ലാദേശിൽ നടക്കുന്ന ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണത്തിനെതിരെ ഇന്ത്യ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ഓർക്കണം, കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ഒക്കെയുള്ള ഹിന്ദുക്കൾ കഷ്ടപ്പാടുകൾ അനുഭവിക്കുമ്പോൾ അവർക്ക് അനുകൂലമായ ഒരക്ഷരം കോൺഗ്രസോ അന്നത്തെ ഭരണകർത്താക്കളോ ഉരിയാടിയില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പോൾ ഇന്ന് ബംഗ്ലാദേശ് വിഷയത്തിൽ ഈ സർക്കാർ പ്രതികരിക്കുന്നതും ദാവൂദിനെയും കൂട്ടരെയും വേദനിപ്പിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ദാവൂദിനും കൂട്ടർക്കും പ്രതീക്ഷ ഇന്നും വളർത്തുന്ന സംഭവങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാ ഒന്നാണ് വളരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഭാഷ എന്ന് പറയുന്ന കോയമ്പത്തൂർ സ്ഫോടന കേസിലെ പ്രതിയായിരുന്ന അദ്ദേഹത്തിന്റെ ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് ആൾക്കാർ. എന്നാൽ ഇന്ത്യയിലെ ഈ തരത്തിലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അതിൻ്റെ കാരണം BJP ഒഴികെയുള്ള ഇവിടുത്തെ മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ തീവ്രവാദ പ്രസ്ഥാനത്തെ സഹായിക്കുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ലക്ഷ്യം വോട്ടാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഈ ആഗോളതലത്തിൽ ഈ ടെററിസ്റ്റുകൾക്കേറ്റ തിരിച്ചടിയുടെ പട്ടികയിൽ ഇന്ത്യയിൽ BJPക്ക് ലഭിച്ച ഭരണവും പെടും എന്നുള്ളതാണ്. അപ്പോൾ ആ ഭരണത്തെ ഇല്ലാതാക്കി വീണ്ടും തങ്ങളുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയുള്ള പരിശ്രമം തുടരണം എന്നുള്ളതാണ് ദാവൂദിന്റെ താല്പര്യം. അതിന് അദ്ദേഹം നടത്തിയ ഒരു പദ്ധതിയാണ് ഈ അടുത്ത കാലത്ത് നടന്ന ഭഗത് സിംഗിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി. അദ്ദേഹം പറയുന്നത് ഭഗത് സിംഗ് തീവ്രവാദിയായിരുന്നു, പക്ഷേ ഒരു ദിവസം കഴിഞ്ഞതോടുകൂടി അദ്ദേഹം ദേശാഭിമാനിയായി മാറി എന്നുള്ളതാണ്. ശരിയാണ്, തീവ്രവാദിയായിരുന്നു ആരുടെ ദൃഷ്ടിയിൽ?
ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ദൃഷ്ടിയിൽ ഭഗത് സിംഗ് തീവ്രവാദിയായിരുന്നു. പക്ഷേ ശ്രീ ദാവൂദെ അദ്ദേഹം ഈ സ്വാതന്ത്ര്യ സമരത്തിന് മുൻപും സ്വാതന്ത്ര്യ ലബ്ധിക്ക് മുമ്പും ഭാരതത്തിലെ ജനങ്ങളുടെ മനസ്സിലെ സമരസേനാനി തന്നെയായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഭാരതത്തിന് അദ്ദേഹത്തെ ധീരദേശാഭിമാനിയായിട്ട് ജനങ്ങൾ വാഴ്ത്തുന്നു. അതല്ലാതെ തീവ്രവാദി ധീരദേശാഭിമാനിയായതല്ല എന്ന് ദാവൂദ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ദാവൂദിന്റെ ഈ തരത്തിലുള്ള ജൽപ്പനങ്ങളുടെ പിന്നിലെ ചേതോവികാരം മറ്റൊന്നാണ്. ഈ നാട്ടിലെ മുസ്ലിം യുവാക്കൾ തീവ്രവാദ വികാരം കുത്തിവെക്കാനും ഇന്ത്യയെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി കൊണ്ടുവരുന്നതിനുമുള്ള പരിശ്രമത്തിന്റെ ഭാഗമാണ്. അതും ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. സ്വാതന്ത്ര്യം ലഭിച്ചുടനെ തന്നെ ഇന്ത്യയെ വെട്ടിമുറിച്ചു, പാകിസ്ഥാൻ എന്ന രാഷ്ട്രമുണ്ടായി, അത് വീണ്ടും മുറിക്കപ്പെട്ടു. ഇപ്പൊ ബംഗ്ലാദേശ്, അങ്ങനെ മൂന്നായിട്ട് ഈ ഭാരതം മാറി എന്നുള്ളതാണ്. ഈ പാകിസ്ഥാൻ 1947 ലഭിച്ച ഉടൻ തന്നെ മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു: ചിരിച്ചു നേടി പാകിസ്ഥാൻ, പിടിച്ചു നേടും ഹിന്ദുസ്ഥാൻ. ആ പരിപാടി അന്നു മുതൽ തന്നെ തുടരുകയാണ്. ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദം ശക്തി പ്രാപിച്ചതോടുകൂടി ഇന്ത്യയിലും തീവ്രവാദം ശക്തിപ്പെടുകയും ഇന്ത്യയുടെ ഭരണരംഗത്ത് ജനാധിപത്യത്തെ, മതേതരത്തെ ഇതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ട് ഒരു തീവ്രവാദ ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യയും കൊണ്ടുവരാനുള്ള പരിശ്രമമാണ്. അപ്പോൾ ദാവൂദിന്റെയും കൂട്ടരുടെയും ലക്ഷ്യം ഇന്ത്യയെ ഒരു തീവ്രവാദ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനും അതിനുവേണ്ടി ഇവിടുത്തെ മുസ്ലിം ചെറുപ്പക്കാർ തയ്യാറായി മുന്നോട്ട് വരണമെന്നുള്ളതുമാണ് അദ്ദേഹത്തിന്റെ ആഹ്വാനം. അദ്ദേഹം പറയുന്നത്, ഇന്നൊരു പക്ഷേ നിങ്ങളെ തീവ്രവാദികളെന്ന് ചിത്രീകരിച്ചേക്കാം, പക്ഷേ ഇവിടെ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു കഴിയുമ്പോൾ നിങ്ങളെല്ലാവരും ഷഹീദികളാകും. എങ്ങനെ? ഭഗത് സിംഗ് എന്ന തീവ്രവാദി ഷഹീദിയായതുപോലെ എന്നാണ് പറയുന്നത്. പക്ഷേ ഭഗത് സിംഗ് തീവ്രവാദി ആയിരുന്നില്ല. ഭഗത് സിംഗ് ഒരു കൊല നടത്തി. അത് ബ്രിട്ടീഷുകാരനായിരുന്ന മജിസ്ട്രേറ്റിനെ ബോംബ് വെച്ച് കൊന്നു എന്നുള്ളതും മറ്റുമാണ് കുറ്റാരോപണം. അത് ബ്രിട്ടീഷ് ഭരണത്തിന് ഏറ്റ കനത്ത പ്രഹരമായിരുന്നു. ആ തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ പരിണത ഫലമാണ് ഭാരതത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചത്. അതുകൊണ്ട് ഈ ഭഗത് സിംഗിനെ ഒക്കെ പോലെയുള്ള ധീരദേശാഭിമാനികളെ ഇന്നും ഭാരതം ആദരിക്കും. അത് കണ്ടുകൊണ്ട് തീവ്രവാദികളും ഭാവിയിൽ ആദരിക്കപ്പെടും എന്ന് ധരിച്ചു വശായി, അല്ലയോ ദാവൂദേ, താങ്കൾ ഇവിടുത്തെ മുസ്ലിം യുവാക്കളെ പ്രചോദിപ്പിച്ചു തുടങ്ങിയാൽ അതിന്റെ കനത്ത തിരിച്ചടി ആ സമുദായത്തിന് പൊതുവേ ആയിരിക്കും എന്നുള്ള കാര്യം കൂടി താങ്കൾ ഒന്ന് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ സമാധാനം കാക്ഷിക്കുന്ന, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് മുസൽമാന്മാരിവിടെ ഉണ്ട്. പക്ഷെ ഈ തീവ്രവാദികൾ എല്ലാ രംഗത്തും കൈയടക്കിയത് കൊണ്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ കീഴ്പ്പെടുത്തിയത് കൊണ്ടും അവരുടെ താളത്തിനൊത്ത് തുള്ളാൻ ഇവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ മുസ്ലിങ്ങളും നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദേശവിരുദ്ധമായിട്ടുള്ള, സമാധാന വിരുദ്ധമായിട്ടുള്ള ജൽപ്പനങ്ങളും പ്രചരണങ്ങളും ആളുകളെ പ്രചോദിപ്പിക്കലും ദേശവിരുദ്ധമാണ്, കുറ്റകരമാണ്. ഈ മീഡിയ ചാനല് ദാവൂദ് തുടങ്ങിയിട്ടുള്ള ഈ പ്രസ്ഥാനങ്ങൾക്കും വ്യക്തികൾക്കുമെതിരെ കർശനമായ നിയമ നടപടികൾ കൊണ്ടുവരേണ്ടത് അത്യന്താപേക്ഷിതമാണ്.